ഹലോ എവറി വൺ, എല്ലാവർക്കും മാത്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വെൽക്കം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 5ാം ക്ലാസ്സുകാരുടെ വിത്ത് ദി ടൈംസ് എന്ന ചാപ്റ്ററാണ്. പേജ് നമ്പർ 72-ലെ ഈ ഒരു ടേബിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ള തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹൗ മച്ച് ടൈം ഡസ് ദി ഹവർ ഹാൻഡ് ടേക്സ് ടു സ്റ്റാർട്ട് ഫ്രം 12 ആൻഡ് റിട്ടേൺ ടു 12? അതായത് നമ്മുടെ മണിക്കൂർ സൂചി അല്ലെ, മണിക്കൂർ സൂചി ഈ 12 തുടങ്ങിയിട്ട് തിരിച്ച് 12ലേക്ക് തന്നെ എത്താൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. ഓക്കെ, മണിക്കൂർ സൂചി 12 തുടങ്ങിയിട്ട് 12ൽ എത്താൻ എത്ര മണിക്കൂർ എടുക്കും എന്നാണ് ചോദ്യം. പറഞ്ഞു തന്നെ 12 തുടങ്ങിയിട്ട് 12ലേക്ക് എത്താൻ നമുക്ക് എത്ര എടുക്കും? 12 ഹവർ എടുക്കും അല്ലെ, 12 മണിക്കൂർ എടുക്കും. ഓക്കെ, ബൈ ദിസ് ടൈം ഹൗ മെനി റൊട്ടേഷൻസ് വുഡ് ഹാവ് ദി മിനിറ്റ് ഹാൻഡ് മെയ്ഡ്? അതായത് ഈ 12 തുടങ്ങിയിട്ട് 12ലേക്ക് എത്താൻ 12 മണിക്കൂർ എടുക്കുന്നു മനസ്സിലായി, 12 ഹവർ എടുക്കുന്നു മനസ്സിലായി. ആ സമയം കൊണ്ട് നമ്മുടെ മിനിറ്റ് ഹാൻഡ് എത്ര തവണ, എത്ര പ്രാവശ്യം, ഹൗ മെനി, എത്ര തവണ റൊട്ടേറ്റ് ചെയ്യുന്നു, ഒരു കറക്കം പൂർത്തിയാക്കുന്നുള്ളത് നമുക്കറിയാം. ഒരു മിനിറ്റ്, നമുക്കറിയാം ഒരു മണിക്കൂറിൽ മിനിറ്റ് ഹാൻഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു മണിക്കൂറിൽ മിനിറ്റ് ഹാൻഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും. നമ്മളിവിടെ പഠിച്ചതാ, മിനിറ്റ് ഹാൻഡിന് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 1 മണിക്കൂർ വേണം. മിനിറ്റ് സൂചിക്ക് ഒരു റൊട്ടേഷൻ, ഒരു കറക്കം പൂർത്തിയാക്കാൻ 1 മണിക്കൂർ വേണം. അപ്പോൾ അവിടെ നോക്കിയേ, ഇപ്പോൾ തിരിച്ച് ആലോചിച്ച് നോക്കാം നമുക്ക്. അതായത് 1 മണിക്കൂറിൽ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 12 മണിക്കൂർ ഉണ്ട് ഇവിടെ അല്ലേ. കാരണം മണിക്കൂർ സൂചി 12 തുടങ്ങിയിട്ട് 12ലേക്ക് എത്തണം. ആ സമയം കൊണ്ട് എത്ര തവണയാണ് മിനിറ്റ് ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യുക എന്നാണ് ചോദ്യം. 12 മണിക്കൂർ, 1 മണിക്കൂറിൽ 2 റൊട്ടേഷൻ ആണെങ്കിൽ 2 മണിക്കൂറിൽ 2 റൊട്ടേഷൻ പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ 12 ഹവറിൽ എത്ര റൊട്ടേഷൻ പൂർത്തിയാക്കും? 12 റൊട്ടേഷൻ മിനിറ്റ് ഹാൻഡ് പൂർത്തീകരിക്കും. അപ്പോൾ ആൻസർ എന്താ വരിക? ആൻസർ 12 റൊട്ടേഷൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി പറയാം, അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ബാക്കിയാണ് ഈ വരുന്നതല്ല കേട്ടോ. അപ്പോൾ ഇനി വരെ നോക്കിയേ, നമ്മുടെ മണിക്കൂർ സൂചി ഹവർ ഹാൻഡ് 12 തുടങ്ങിയിട്ട് തിരിച്ച് 12ലേക്ക് തന്നെ എത്താൻ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചു. അതിൻ്റെ ആൻസർ ആണെന്ത്? 12 ഹവർ, 12 മണിക്കൂർ എടുക്കും. അങ്ങനെ ആ സമയം കൊണ്ട് നമ്മൾ മിനിറ്റ് ഹാൻഡ് എത്ര വട്ടം കറങ്ങിത്തീരും എന്നാണ് ചോദ്യം. മിനിറ്റ് ഹാൻഡിന് ഒരു കറക്കം പൂർത്തിയാക്കാൻ 1 മണിക്കൂർ മതി. 2 കറക്കം പൂർത്തിയാക്കാൻ 2 മണിക്കൂർ വേണം. അങ്ങനെയാണെങ്കിൽ 12 മണിക്കൂർ കൊണ്ട്, 12 ഹവർ കൊണ്ട് എത്ര കറക്കം പൂർത്തിയാക്കും? നമ്മുടെ 12 റൊട്ടേഷൻ, 12 റൊട്ടേഷൻ, 12 റൊട്ടേഷൻസ് അത് പൂർത്തീകരിക്കും. ഓക്കെ, സെക്കൻഡ്. ഇനി അതിന്റെ ബാക്കിയാണ്. വാട്ട് അബൌട്ട് ദി സെക്കൻഡ് ഹാൻഡ്? അതായത് 12 മണിയിൽ നിന്ന് തിരിച്ച് ഇവിടെ തന്നെ എത്താൻ 12 മണിക്കൂർ എടുക്കുന്നു മനസ്സിലായി. ആ സമയം കൊണ്ട് സെക്കൻഡ് സൂചി എത്ര തവണ റൊട്ടേറ്റ് ചെയ്യും എന്നാണ് ചോദ്യം. നമുക്കറിയാം സെക്കൻഡ് സൂചിക്ക് ഒരു റൊട്ടേഷൻ, ഇവിടെ നോക്കിയതാ, ഒരു റൊട്ടേഷൻ പൂർത്തീകരിക്കാൻ 1 മിനിറ്റ് ആണ് ആവശ്യം അല്ലെ. സെക്കൻഡ് സൂചിക്ക് ഒരു റൊട്ടേഷൻ പൂർത്തീകരിക്കാൻ 1 മിനിറ്റ് ആണ് വേണ്ടത്. 1 മിനിറ്റ് ആണ് നമ്മുടെ സെക്കൻഡ് സൂചിക്ക് വേണ്ടത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 60 മിനിറ്റ്, 60 മിനിറ്റ് കൊണ്ട് ഈ സെക്കൻഡ് സൂചി എത്ര കറക്കം കറങ്ങും? 1 മിനിറ്റ് കൊണ്ട് ഒരു റൊട്ടേഷൻ ആണെങ്കിൽ 60 മിനിറ്റ് കൊണ്ട് 60 റൊട്ടേഷൻസ് ആര് പൂർത്തീകരിക്കും? സെക്കൻഡ് സൂചി പൂർത്തീകരിക്കും. ഈ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 ഹവർ അല്ലേ. അപ്പോൾ 1 ഹവറിൽ അത് 60 റൊട്ടേഷൻ പൂർത്തീകരിക്കും. 1 ഹവറിലാട്ടോ, 1 ഹവറിൽ, 1 മണിക്കൂറിൽ 60 വട്ടം, 60 ടൈംസ് ആര് കറങ്ങും? സെക്കൻഡ് സൂചി കറങ്ങും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ 12 മണിക്കൂറുണ്ട് അല്ലേ. 12 മണിക്കൂറിൽ അപ്പോൾ എത്ര കറങ്ങുന്നുണ്ടാവും? ആലോചിച്ച് നോക്കിയേ. 1 മണിക്കൂറിൽ 60 റൊട്ടേഷൻ ആണെങ്കിൽ 1 ഹവറിൽ 60 റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ 12 ഹവറിൽ അപ്പോൾ എത്ര ഉണ്ടാവും? 12 × 60 വരും. 12 × 60 അതായത് 720 റൊട്ടേഷൻ. 720 തവണ 720 റൊട്ടേഷൻ എടുക്കും ആര്? നമ്മുടെ സെക്കൻഡ് സൂചി. ഇത് കുറച്ച് ട്രിക്കി ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നും കൂടി പറയും എന്തായാലും. ഒരു മിനിറ്റ്.
720 റൊട്ടേഷൻ. മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. നോക്കിക്കോളൂ. ഇതാ ഇപ്പൊ ഇതാണ് നമ്മുടെ മണിക്കൂർ സൂചി. ഓക്കെ, മണിക്കൂർ സൂചി. ഈ മണിക്കൂർ സൂചി ഇപ്പൊ നിൽക്കുന്നത് 12-ലാണ്. ഇതിങ്ങനെ കറങ്ങി 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 ഇവിടെ എത്താൻ തിരിച്ച് ഇവിടെ തന്നെ എത്താൻ എത്ര സമയം എടുക്കും എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതായത് ഇവിടെ തന്നെ എത്താൻ 12 മണിക്കൂർ എടുക്കും, 12 ഹവർ എടുക്കും ഈ ഒരു കറക്കം പൂർത്തിയാക്കാൻ. ഇനി ഇയാൾ ഇങ്ങനെ കറങ്ങുന്നതിന്റെ കൂട്ടത്തില് ഇയാളെ കൂടെ ആരോടും കറങ്ങുന്നുണ്ട്, നമ്മുടെ മിനിറ്റ് ഹാൻഡും സെക്കൻഡ് ഹാൻഡും എല്ലാം കറങ്ങുന്നുണ്ട് ഇല്ലേ? അപ്പോ ഇയാൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തുന്ന ഈ നേരം കൊണ്ട് ഈ മിനിറ്റ് ഹാൻഡ് എത്ര വട്ടം കറക്കം പൂർത്തിയാക്കും എന്നാണ് ചോദ്യം. അപ്പൊ പറഞ്ഞു തന്നെ, മിനിറ്റ് ഹാൻഡിന് ഒരു കറക്കം പൂർത്തിയാക്കാൻ വേണ്ട സമയം 60 മിനിറ്റ് ആണ്. അതായത് 1 മണിക്കൂറാണ് മിനിറ്റ് ഹാൻഡിന് വേണ്ടത്. 1 മണിക്കൂറിൽ ഒരു വട്ടമാണ്, ഒരു തവണയാണ്, ഒരൊറ്റ പ്രാവശ്യമാണ് മിനിറ്റ് ഹാൻഡ് കറക്കം പൂർത്തിയാക്കുക. നമ്മുടെ കയ്യിൽ 12 മണിക്കൂറുണ്ട്. അതുകൊണ്ട് 12 മണിക്കൂറിൽ 12 വട്ടം 12 റൊട്ടേഷൻ ആരെടുക്കും? 12 റൊട്ടേഷൻ 12 വട്ടം ആര് കറങ്ങും? മിനിറ്റ് ഹാൻഡ് കറങ്ങും. ഓക്കെ, ഇനി അതിന്റെ ബാക്കി ഈ സമയം കൊണ്ട് ഇതേ 12 മണിക്കൂർ കൊണ്ട് എത്ര വട്ടം നമ്മുടെ സെക്കൻഡ് സൂചി കറങ്ങും എന്നാണ് ചോദ്യം. നമുക്കറിയാം സെക്കൻഡ് സൂചിക്ക് ഒരു കറക്കം പൂർത്തിയാക്കാൻ 1 മിനിറ്റ് ആണ് വേണ്ടത്. സെക്കൻഡ് സൂചിക്ക് ഒരു കറക്കം, ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ 1 മിനിറ്റ് വേണം. അപ്പൊ 1 മിനിറ്റിൽ ഒരു റൊട്ടേഷൻ അല്ലെ, ഒരൊറ്റ വട്ടം കറങ്ങും. അങ്ങനെയാണെങ്കിൽ 60 മിനിറ്റിൽ എത്ര വട്ടം കറങ്ങും? 60 റൊട്ടേഷൻ, 60 വട്ടം കറങ്ങും. ഈ 60 മിനിറ്റ് പറഞ്ഞാൽ 1 മണിക്കൂറല്ലേ? അപ്പൊ 1 മണിക്കൂറിൽ 60 വട്ടം കറങ്ങും. 60 റൊട്ടേഷൻ ആര് ചെയ്യും? സെക്കൻഡ് സൂചി ചെയ്യും. ശ്രദ്ധിക്കണേ, 1 മണിക്കൂറിൽ 60 വട്ടം 60 ടൈംസ് ആര് റൊട്ടേറ്റ് ചെയ്യും? സെക്കൻഡ് സൂചി. അത്രയും ഫാസ്റ്റ് അല്ലേ മൂപ്പരുടെ പോക്കില്ലേ? നമ്മുടെ കയ്യിൽ 12 ഹവർ ഉണ്ട്. 12 ഹവറിലാണ് 1 മണിക്കൂറിൽ 60 വട്ടാണെന്നുണ്ടെങ്കിൽ 12 മണിക്കൂറിൽ 12 × 60 720 റൊട്ടേഷൻ, 720 തവണ ആര് കറങ്ങും? നമ്മുടെ സെക്കൻഡ് സൂചി കറങ്ങും. ഓക്കെ, ഇനി ഇവിടെ നമുക്കറിയാം വേറെ കുറച്ച് പോയിന്റ്സ് ആണ്. ഇതാ, ഹൗ മെനി റൊട്ടേഷൻ ഡസ് ദി ഹവർ ഹാൻഡ് കംപ്ലീറ്റ് ഇൻ എ ഡേ? ഒരു ദിവസം നമ്മുടെ മണിക്കൂർ സൂചി എത്ര റൊട്ടേഷൻ പൂർത്തിയാക്കുന്നുള്ളത്. അവർ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ റൊട്ടേറ്റ് ചെയ്യും എന്നാണ് ചോദ്യം. ഹൗ മെനി റൊട്ടേഷൻസ്? എത്ര ഉണ്ടാവും? 2 റൊട്ടേഷനാണ് പൂർത്തീകരിക്കുക. എങ്ങനെ 2 റൊട്ടേഷൻ? ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 12 മണി വരെ ഒരു റൊട്ടേഷനായി. രാത്രി 12 മണി മുതൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ രണ്ടാമത്തെ റൊട്ടേഷനായി. അപ്പോഴല്ലേ ഒരു ദിവസം ഫുള്ളാവുക. 2 തവണയാണ് നമ്മുടെ റൊട്ടേഷൻ പൂർത്തിയാക്കുക കേട്ടോ. ഇയാള് മണിക്കൂർ സൂചി 2 വട്ടം കറങ്ങും കേട്ടോ ഒരു ദിവസം. 24 മണിക്കൂർ നമുക്കില്ലേ? അപ്പോൾ 1 ഡേ എന്ന് പറഞ്ഞാൽ 24 ഹവേഴ്സ്. ഒരു ഡേ എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 24 മണിക്കൂറാണ്, 24 ഹവർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1 ഹവർ ഈസ് ഈക്വൽ ടു ഡാഷ് മിനിറ്റ്. ഒരു മണിക്കൂർ എത്ര മിനിറ്റ് ആണ്? ആ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എത്ര സെക്കൻഡ് ആണ്? 60 സെക്കൻഡ്സ് ആണ് ഒരു മിനിറ്റ് പറഞ്ഞാലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മിനിറ്റ്സ് ആർ ദർ ഇൻ എ ഡേ? ഒരു ദിവസത്തിൽ എത്ര മിനിറ്റ് ഉണ്ട് ചോദ്യം. നമുക്കറിയാം 1 ഡേ എന്ന് പറഞ്ഞാൽ അത് 24 ഹവർ ആണ് അല്ലേ? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 24 മണിക്കൂറാണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ. ചോദ്യം എന്താണ്? ഹൗ മെനി മിനിറ്റ്സ് ആർ ഇൻ എ ഡേ? ഒരു ദിവസത്തിൽ എത്ര മിനിറ്റ് ഉണ്ട്? അപ്പൊ ആലോചിക്കുക, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അപ്പൊ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ഉണ്ടാവും? 60 × 24 ഉണ്ടാവും. 60 × 24, 24 × 6 ചെയ്യുമ്പോൾ 144. ഇത്രയും മിനിറ്റ് ഉണ്ടായിരിക്കും ഒരു ദിവസം. പഠിച്ചു വെക്കണം. 1 ഡേ എന്ന് പറഞ്ഞാൽ 1440 മിനിറ്റ് ഉണ്ടായിരിക്കും. 1440 മിനിറ്റ് ഉണ്ടായിരിക്കും. ഒന്നും കൂടി പറയാം, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ് എന്നാണ് ചോദ്യം.
അപ്പോൾ കുട്ടി ഫസ്റ്റ് ആലോചിക്കേണ്ടത് എന്താണ്? 1 ഡേ എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണെന്ന് ആലോചിക്കാം. 1 day is equal to 24 hours. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ് ആണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണെങ്കിൽ 24 മണിക്കൂർ 24 hours എന്ന് പറഞ്ഞാൽ 24 into 60 1440 മിനിറ്റ് ആയിരിക്കും ട്ടോ. 1440 മിനിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സെക്കൻഡ്സ് അല്ലേ? ഒരു ദിവസത്തിൽ എത്ര സെക്കൻഡ് ഉണ്ട് എന്ന ചോദ്യം. അപ്പൊ ആലോചിച്ചാൽ മതി, ഒരു ദിവസം 1 ഡേ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 1 ഡേ എന്ന് പറഞ്ഞാൽ 1440 മിനിറ്റ് ആണ്. 1440 മിനിറ്റ് ആണ് ഒരു ഡേ എന്ന് പറഞ്ഞാൽ. നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു അല്ലേ? ഇനി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 60 സെക്കൻഡ് ആണ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണെങ്കിൽ 1440 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര സെക്കൻഡ് ഉണ്ടാവും? ഇതേ into 60. ചെയ്ത് നോക്കുമ്പോൾ ആൻസർ കിട്ടും നമുക്ക്. യെസ്, 86,400. ഓക്കെ, ഇത്രയും സെക്കൻഡ് ആണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇത് കാണാൻ പഠിച്ചത് നന്നായിരിക്കും കേട്ടോ. അതായത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1 ഡേ എന്ന് പറഞ്ഞാൽ 24 hours ആണ്. 1400 മിനിറ്റ് ആണ്. 86,400 സെക്കൻഡ് ആണ്. ഇത് കാണാൻ പഠിച്ചു വെക്കണേ, നന്നായിരിക്കും.